welcome all. മദ്രസ റിസൾട്ട് ഫയൽ വെബ് ആപ്ലിക്കേഷൻ്റെ ഗൂഗിൾ ഷീറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് 3 തരത്തിലുള്ള വെബ് ആപ്ലിക്കേഷൻ ആണുള്ളത്. ഒന്ന് സബ്ജക്റ്റ് മാർക്ക് ഗ്രേഡ്, ഓരോ വിഷയത്തിൻ്റെയും മാർക്കും ഗ്രേഡും കാണിക്കുന്ന ഈ ഫയല്. രണ്ടാമത്തേത് ഗ്രേഡ് മാത്രം കാണിക്കുന്ന ഈ രൂപത്തിലുള്ള ഫയലും. മൂന്നാമത്തേത് ടോട്ടൽ മാർക്സ് ആൻഡ് പാസ് ഓർ ഫെയിൽ മാത്രം കാണിക്കുന്ന ഒരു ഫയലാണ്. ഈ 3 രൂപത്തിലുള്ള വെബ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് ചൂസ് ചെയ്തതാണ്, നിങ്ങൾ ഗൂഗിൾ ഫോമിലൂടെ ഇത് സബ്മിറ്റ് ചെയ്ത് ചൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഷീറ്റ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. 2 തരത്തിലുള്ള ഗൂഗിൾ ഷീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പാസ് ഓർ ഫെയിൽ ഓൺലി ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഫയൽ ഉണ്ട്. മറ്റു 2 ഫയലുകൾക്കും മാർക്ക് ആൻഡ് ഗ്രേഡ്, മാർക്ക് വിത്ത് ഗ്രേഡിനും അതുപോലെ തന്നെ ഗ്രേഡ് ഓൺലി ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒറ്റ ഗൂഗിൾ ഷീറ്റ് ആണുള്ളത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. ഞാൻ എൻ്റെ ജിമെയിൽ രണ്ടും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഗൂഗിൾ ഷീറ്റ് രണ്ടും ഓപ്പൺ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു ഫയൽ എന്നുള്ളത് excelguru.co.inന്റെ ഒഫീഷ്യൽ ഫയലാണ്. നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കോപ്പി എടുക്കുക എന്നുള്ളതാണ്. ഇത് മൊബൈൽ ആപ്ലിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ കോപ്പി എടുക്കാനുള്ള മാർഗം എന്നുള്ളത് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് മുകളിൽ അത് വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ടാണ് ഇതിനെ കോപ്പി എടുക്കേണ്ടത്. കമ്പ്യൂട്ടറിലാകുന്ന സമയത്ത് ഈ ഫയൽ വരിക, ഇവിടെ മേക്ക് എ കോപ്പി എന്നുണ്ടാവും. ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ എൻ്റെ മദ്രസയുടെ പേര് കൊടുക്കുകയാണ്. എക്സൽ ഗുരു എക്സൽ മദ്രസ. വളരെ ടൈപ്പ് ചെയ്യുന്നു, മേക്ക് എ കോപ്പി എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കോപ്പി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ ഒരു ഫയൽ എന്നുള്ളത്, ഈ കാണുന്ന ഫയൽ എന്നുള്ളത് മാർക്ക്, ഇവിടെ കാണാം മാർക്ക് ആൻഡ് ഗ്രേഡ്, മാർക്കും ഗ്രേഡും എൻ്റർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഫയലിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഷീറ്റ് ആണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ട്. ഇവിടെ ഫയൽ ക്ലോസ് ചെയ്യാണ്. ഇവിടെ ആദ്യത്തെ നെയിം ഓഫ് മദ്രസ, അഡ്രസ് ഓഫ് മദ്രസ, നെയിം ഓഫ് എക്സാമിനേഷൻ, 3 കാര്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ മദ്രസയുടെ പേര് കൊടുക്കുക. ഞാൻ മദ്രസയുടെ പേര് എൻ്റർ ചെയ്യുന്നു. എക്സൽ ഗുരു എക്സൽ മദ്രസ, എക്സൽ പഠിപ്പിക്കാനുള്ള ഒരു മദ്രസയാണ്. ഓക്കെ, എക്സൽ ടൗൺഷിപ്പ് MS ഓഫീസ്. ഓക്കെ, ആനുവൽ എക്സാമിൻ്റെ പേര്, നമ്മുടെ അഡ്രസ്സൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മദ്രസയുടെ അഡ്രസ്സ് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ എങ്ങനെയും കൊടുക്കാം. എക്സാമിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആനുവൽ എക്സാമിനാണ് ഭൂരിഭാഗം ആളുകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ ഫയൽ നിങ്ങൾക്ക് പാദവാർഷിക പരീക്ഷയ്ക്കും അർദ്ധവാർഷിക പരീക്ഷയ്ക്കും ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഓർമ്മിക്കുക. പാസ് മാർക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പാസ് മാർക്ക് എന്നുള്ളത് 100-ൽ എത്ര പാസ് മാർക്ക് ആണ് എന്നുള്ളതാണ്. 50-ലല്ല, 100-ൽ നിങ്ങളുടെ പാസ് മാർക്ക് എത്രയാണ്? നമ്മൾ സാധാരണ 35% ഉപയോഗിക്കാറുള്ളത്. 50-ലാകുമ്പോൾ 17.5 മാർക്ക് കിട്ടിയ പാസ്സാണ്. അപ്പോൾ അത് നിങ്ങളുടെ മദ്രസയുടെ പാസ് മാർക്ക് വ്യത്യസ്തമാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് മദ്രസക്കല്ലാതെ മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് പാസ് മാർക്ക് വ്യത്യസ്തമാണെങ്കിലോ ഇവിടെ ചേഞ്ച് ചെയ്യുക. ശ്രദ്ധിക്കുക, 100-ലാണ് ഈ പാസ് മാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ശതമാനം ആ രൂപത്തിൽ നിങ്ങൾ അത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ 50-ൽ 20 ആണ് മാർക്ക്, 50-ൽ 20 ആണ് പാസ് മാർക്ക് എന്നുണ്ടെങ്കിൽ ഇവിടെ 40 ആയിട്ട് നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. പിന്നെ ഇവിടെ ക്ലാസ്സുകൾ, 30ഓളം ക്ലാസ് കൊടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ മദ്രസയിലെ ക്ലാസ്സുകൾ മൊത്തം നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എൻ്റെ മദ്രസയ്ക്ക് 4 ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ, ഞാൻ ബാക്കി ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, എത്ര കുട്ടികളുണ്ട് ലിസ്റ്റ് കൊടുക്കാം. എത്രയാണ് ആകെ പ്രവൃത്തി ദിവസം, എത്രയാണ് എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ടോട്ടൽ മാർക്ക് എത്രയാണ്, എത്ര മാർക്കിലാണ് ആകെ പരീക്ഷ നടക്കുന്നത് ഇവിടെ കൊടുക്കണം, നിർബന്ധമായിട്ട് കൊടുക്കണം, തെറ്റിപ്പോകാൻ പാടില്ല. ഇത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ ശതമാനമൊക്കെ കാണുക. അതുകൊണ്ട് ഇത് തെറ്റാതെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഗ്രേഡ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ SKMVയുടെ മദ്രസയിലുള്ള ഗ്രേഡ് സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മദ്രസയിൽ വ്യത്യസ്തമായ സംവിധാനമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാറ്റാവുന്നതാണ്. ഇവിടെ ഉള്ളത് 50-45, മാർക്ക് 1 മാർക്ക് 2 എന്നുള്ളത് ഉയർന്ന മാർക്കും അതിലെ ഏറ്റവും ലോവസ്റ്റ് മാർക്ക്, ഹയസ്റ്റ് മാർക്കും ലോവസ്റ്റ് മാർക്ക് കിട്ടിയാൽ, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കിട്ടിയാൽ A+. ഈ രൂപത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് നിങ്ങൾക്ക് വേണ്ട രൂപത്തിലേക്ക് മാറ്റാവുന്നതാണ്. A++ഓ അല്ലെങ്കിൽ വേറെ രൂപത്തിലേക്ക് കുറച്ചുകൂടെ ഗ്രേഡ് ആഡ് ചെയ്യുന്ന രൂപത്തിലേക്കൊക്കെ സജ്ജീകരിക്കാവുന്നതാണ്. ഇനി ഇവിടെ ലെവൽസ്, അതായത്
നമ്മൾ സാധാരണ 100% കിട്ടിയ ഓരോ വിഷയത്തിലും 97% കിട്ടിയാൽ 98% കിട്ടി ടോപ്പ് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതും ഇവിടെ സജ്ജീകരിക്കാം. ഇവിടെ ഓരോ വിഷയത്തിലുമാണ് പരിഗണിക്കുന്നത്, ശ്രദ്ധിക്കുക. ഓരോ വിഷയത്തിലും 97% മാർക്ക് കിട്ടിയാൽ, ശതമാനമാണ് 50%, നമ്മൾ 50-ലാണെന്നുണ്ടെങ്കിൽ ശതമാനത്തിലാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. 50-ലാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ ശതമാനം 100-ലായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. 97% മാർക്ക് ഉണ്ടെങ്കിൽ ടോപ്പ് പ്ലസ് ആയിട്ടാണ് കാണിക്കുക. അത് 80, 96 ഡിസ്റ്റിങ്ഷൻ അത് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതും ഇവിടെ എഡിറ്റ്, ചില ഉസ്താദുമാർ ടോപ്പ് പ്ലസ് കൊടുക്കാറില്ല. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതും ഇവിടെ ശതമാനം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് രൂപത്തിൽ മാറ്റിയെടുക്കും. ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇപ്പോൾ ഡിസ്റ്റിങ്ഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാനിത് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ 100 കൊടുക്കുന്നു. സോറി, ഇവിടെ 100 കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മാത്രം മതിയാകുന്നതാണ്. ഓക്കെ, വേണമെങ്കിൽ മാത്രം മുകളിലോട്ട് ഇത് പേസ്റ്റ് ചെയ്താൽ മതി. ഈ രൂപത്തിൽ നിങ്ങൾ സജ്ജീകരിക്കാവുന്നതാണ്. ഓക്കെ, ഇനി സബ്ജക്റ്റിലേക്ക് വരാം. നമ്മുടെ മദ്രസയിൽ എത്ര ക്ലാസ്സുകൾ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ STD5 ആഡ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പോയിട്ടുള്ളത്. ഞാൻ STD5 ആഡ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും STD5. നമ്മുടെ മദ്രസയിൽ എത്ര ക്ലാസ്സുകളുണ്ടോ ആ മുഴുവൻ ക്ലാസ്സുകളുടെയും മുഴുവൻ വിഷയങ്ങളും ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ഇവിടെ STD5 ജസ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ STD5 രണ്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് STD5A, STD5B ആ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 2 തവണ അത് ആഡ് ചെയ്യണം. ഞാൻ കാണിക്കാം. തൽക്കാലം ഞാൻ 2 ഡിവിഷൻ ആഡ് ചെയ്യാണ്. ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഒറ്റ ക്ലാസ്സിന്റെ ഫയൽ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിലുള്ള ഡമ്മി ഡാറ്റകളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, ഇതിന്റെ മുകളിലുള്ള കാര്യങ്ങളൊന്നും ഡിലീറ്റ് ചെയ്യരുത്. ഈ കാര്യങ്ങൾ മാത്രം ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെയുള്ള ഡാറ്റകൾ മാത്രം ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. മുകളിലുള്ളതൊക്കെ ഫോർമുലകളാണ്, ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി STD5 ഇപ്പോൾ ഒരു മദ്രസയിൽ 10 ക്ലാസ്സുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇവിടെ ഒരു ക്ലാസ്സിന്റെ ഫയൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം? ഇവിടെ ഈ താഴോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ്. മൊബൈലാണെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്. ഷീറ്റിന്റെ നെയിം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടാവും. ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വന്നു, കോപ്പി ഓഫ് STD5 എന്ന് വന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ STD5B എന്ന് കൊടുക്കുന്നു. ഇതിന് STD5A എന്നാക്കുന്നു. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിലേക്ക് വന്നിട്ട് ഇവിടെ ഹോമിൽ എന്ത് ചെയ്യുന്നു, STD5A എന്ന് കൊടുക്കണം, STD5B എന്ന് കൊടുക്കണം. എല്ലായിടത്തും ഒരേപോലെ കൊടുക്കണം. ഇവിടെ 5-ന് ശേഷം സ്പേസ് ഇല്ലാതെ A കൊടുത്തിട്ടുള്ളത്, B കൊടുത്തിട്ടുള്ളത് അതേ രൂപത്തിൽ തന്നെ ഷീറ്റിന്റെ പേര് നൽകണം. അതേ രൂപത്തിൽ തന്നെ ഇവിടെയും എഡിറ്റ് ചെയ്യണം. ശ്രദ്ധിക്കണേ, ഇവിടെയും അതേ രൂപത്തിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോറി, ഇത് B ആണ് അല്ലേ, B. ഇവിടെ അതേ രൂപത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, സോറി. ഓക്കെ, STD5B, STD5A. എന്നിട്ട് സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ STD5 എന്നുള്ള ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എറർ കാണിക്കുന്നത്. നോക്കാം, ഇവിടെ STD5 ഇല്ല, 5A 5B ഉള്ളത്. ഞാൻ STD5A ആക്കുന്നു. ഓക്കെ, താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ STD5A ക്ലാസ്സിലെ വിഷയങ്ങൾ മൊത്തമായി. അപ്പോൾ 5-ാം ക്ലാസ്സിലേക്ക് ഒരു തവണ മാത്രം വിഷയം ആഡ് ചെയ്താൽ പോരാ, 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. 5-ാം ക്ലാസ്സിലേക്ക് നമ്മൾ B ഉണ്ടെങ്കിൽ Bന്റെ പേരിലും ഇതേപോലെ വിഷയങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ STD5B ആക്കിയിട്ട് ഞാൻ കോപ്പി ചെയ്യുന്നു, താഴോട്ടാക്കുന്നു. ഈ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. പരീക്ഷ എത്ര മാർക്കിലാണ് നടക്കണമെന്നും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എന്നിട്ട് താഴോട്ട് നമ്മളിത് വലിച്ച് കോപ്പി ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ്, മൊബൈലാണെങ്കിൽ കോപ്പി പേസ്റ്റ് അടിച്ചാലും മതി, അല്ലെങ്കിൽ സെലക്ട് ചെയ്താലൊക്കെ മതി, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 5-ാം ക്ലാസ്സിന് 2 ക്ലാസ്സുകൾക്ക് വേണ്ട വിഷയങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് കാണാൻ പറ്റും അല്ലേ, ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വിഷയങ്ങൾ ആഡ് ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫോർമുലകളാണ്, ആ രൂപത്തിൽ സജ്ജീകരിക്കുക. ഇങ്ങനെ നമ്മൾ സബ്ജക്റ്റ് 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ ക്ലാസ്സും, ഇനി ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ, ആ രൂപത്തിൽ സബ്ജക്റ്റ് മുഴുവൻ ആഡ് ചെയ്യേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് മുഴുവൻ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് കൊടുത്താൽ ഇംഗ്ലീഷിലായിരിക്കും വരിക, അറബിയിൽ കൊടുത്താൽ അറബിയിലായിരിക്കും റിസൾട്ട് വരിക. ഈ രൂപത്തിൽ സജ്ജീകരിക്കുക. പിന്നെ ശ്രദ്ധിക്കുക, ഇവിടെ 12 കോളം കൊടുത്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ എക്സാമോ മറ്റ് എക്സാമുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് കൊടുക്കാൻ വേണ്ടി പരമാവധി 12 കോളം വരെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ 12 സബ്ജക്റ്റ് വരെ ആഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. ഈ രൂപത്തിലാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ സജ്ജീകരിക്കേണ്ടത്. ഇവിടെ നമ്മൾ പിന്നെ സീരിയൽ നമ്പർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്മിഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആഡ് ചെയ്യുക. ജസ്റ്റ് ഡിലീറ്റ് ആയി കാണിക്കുകയാണ്.
ഡിലീറ്റ് ആക്കുന്നു. ഓക്കെ, ഇവിടെ STD5Bന്റെ മാർക്ക് ആഡ് ചെയ്യാണ്. 30, 90, ഓക്കെ 400 ആഡ് ചെയ്തു. ഇവിടെ വരുന്നു. ഞാൻ ഇവിടെ അഡ്മിഷൻ നമ്പർ ആഡ് ചെയ്യാണ്. നമ്മുടെ കുട്ടികളുടെ അഡ്മിഷൻ നമ്പറോ 542 543 20 അഡ്മിഷൻ നമ്പർ ജസ്റ്റ് ആഡ് ചെയ്യാണ്. ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ തൽക്കാലം ഡേറ്റ് കൊടുക്കുന്നു. ഈ രൂപത്തിൽ ആഡ് ചെയ്യാണ്. കുട്ടികളെ പേരും നമുക്ക് എന്ത് ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് മാർക്കുകൾ നമ്മളിവിടെ ജസ്റ്റ് ആഡ് ചെയ്യുക. ഇവിടെ ഏറ്റവും ശ്രമകരമായ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളിത് മൊത്തം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളെ പിന്നെ അതുപോലത്തെ പരീക്ഷയുടെ മാർക്ക് മൊത്തം ഇവിടെ ആഡ് ചെയ്യാം. നമ്മൾ ഇവിടെ കൊടുത്ത ഓർഡറിലായിരിക്കും. ഇവിടെ എന്ത് ഓർഡറിലാണോ നമ്മൾ സബ്ജക്റ്റ് കൊടുത്തിട്ടുള്ളത് ആ ഓർഡറിലായിരിക്കും ഇവിടെയും സബ്ജക്റ്റ് വന്നിട്ടുണ്ടാവുക. ആ അർത്ഥത്തിൽ നമ്മളിവിടെ അതിന് നേരെയുള്ള മാർക്കുകളൊക്കെ ആഡ് ചെയ്യുക. മാർക്ക് ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ടോട്ടൽ വരും, പെർസെൻറ്റേജ് വരും, പാസ് ഓർ ഫെയിൽ വരും. അതായത് ഏതെങ്കിലും കുട്ടി ഇവിടെ ഒരു കുട്ടി ഫെയിലാണ്. ഫെയിലാവാൻ കാരണം എന്താണ്? ഇവിടെ 17 മാർക്കാണ്. 17 മാർക്ക് കിട്ടിയാൽ പാസ്സാവില്ല. അപ്പോൾ എന്ത് 18 മാർക്ക് കിട്ടണം. അപ്പോൾ കുട്ടി പാസ്സായി. ഓട്ടോമാറ്റിക് പാസ് ഫെയിൽ അവിടെ അപ്ഡേറ്റ് ആകുന്നത് കാണാൻ പറ്റും. ഹാജർ ഉണ്ട് ഇവിടെ 90. പിന്നെ നമ്മൾ ഹാജർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, അവിടെ ഹാജർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വരുന്നു, ഹാജർ ടൈപ്പ് ചെയ്യാണ്. പിന്നെ 90-ൽ 88 ഹാജർ ഉണ്ട്. ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് അല്ല ഹാജറിൽ വന്നിട്ട് നമ്മൾ 88 ഹാജർ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ സ്റ്റാറ്റസ് ഒന്നും കാണിക്കാതിരിക്കാൻ കാരണം നമ്മളിവിടെ മാർക്കും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. ജസ്റ്റ് 45 ഇങ്ങനെ ആഡ് ചെയ്താൽ ഇവിടെ പാസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 1 റാങ്ക് ഇവനാണ്. ഇവന്റെ ഹാജർ 88 ആണ്, കാണാൻ പറ്റും. ഓക്കെ, ഈ രൂപത്തിൽ ഹാജർ ഇവിടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കി ഒന്നും നിങ്ങൾ ആഡ് ചെയ്യരുത്, റാങ്കും ആഡ് ചെയ്യരുത്. ഇവിടെ ഹാജർ മാത്രം ഇവിടെ ആഡ് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ വിഷയങ്ങളാണുള്ളത്. അഡ്മിഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നെയിമൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത്. ഈ രൂപത്തിൽ നമ്മൾ മൊത്തം കാര്യങ്ങൾ ആഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മുടെ ഗൂഗിൾ സ്ക്രിപ്റ്റ് വഴിയുള്ള ആ ലിങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിക്കൊള്ളും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ 2 ഫയലുകൾക്ക് വേണ്ടിയിട്ടുള്ള, ഈ ഗ്രേഡ് ഓൺലിക്കും ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു ഗ്രേഡ് വിത്ത് മാർക്കിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഷീറ്റ് സെറ്റ് ആക്കേണ്ടത്. ഇവിടെ സംശയം ഉണ്ടാകും, ഗ്രേഡ് ഓൺലിയിൽ ഗ്രേഡ് മാത്രമേ ഉള്ളൂ, പിന്നെ എന്തിനാ ബാക്കി കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഗ്രേഡ് കാണിക്കണം എന്നുണ്ടെങ്കിൽ, ഓരോ വിഷയത്തിന്റെയും ഗ്രേഡ് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വിഷയത്തിന്റെ മാർക്ക് അടിച്ചു കൊടുത്താൽ മാത്രമേ ഗ്രേഡ് വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഗ്രേഡ് ഓൺലി ആണെങ്കിലും അതുപോലെ തന്നെ മാർക്ക് വിത്ത് ഗ്രേഡ് ആണെങ്കിലും അധ്വാനം ഒരേപോലെയാണ്. ഇങ്ങനെ എല്ലാ ക്ലാസ്സിനും നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. സ്വതന്ത്ര ഉസ്താദുമാർക്കോ മറ്റു ഉസ്താദുമാർക്കോ എന്ത് ചെയ്യാം, ഇങ്ങനെ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികളെ പേരൊക്കെ അടിച്ചു കയറ്റിയിട്ട് എന്ത് ചെയ്യാം, ആ ക്ലാസ്സിലെ അതത് ക്ലാസ്സിലെ ഉസ്താദുമാരോട് അതിലേക്ക് മാർക്ക് എൻ്റർ ചെയ്യാൻ പറയാൻ പറ്റും. എങ്ങനെ നമുക്ക് ചെയ്യാം, ഇവിടെ ഷെയർ കണ്ടു മുകളിൽ, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ ആ ഉസ്താദിന്റെ മെയിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അവിടെ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അക്ഷർ ഗുരുവിന്റെ മെയിൽ അടിച്ചു കൊടുത്താൽ, ഇപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ജസ്റ്റ് കൊടുത്താൽ ഈ മെയിലുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫയലിൽ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും സാധിക്കും. ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫയൽ ഷെയറിങ് സാധ്യമാണെന്ന് ഉറപ്പെടുത്താൻ. ഇനിയാണ് പാസ് ഓർ ഫെയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, 30 ക്ലാസ്സുകൾ വരെ പരമാവധി ആഡ് ചെയ്യാൻ സാധിക്കും. ഗ്രേഡ് ഇങ്ങനെയാണ്, അതുപോലെ ലെവലുകൾ ഇങ്ങനെയാണ്. ഇവിടെ പിന്നെ മദ്രസ, അഡ്രസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, പാസ് മാർക്ക് ഇങ്ങനെയാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് പിന്നെ എന്താണ്, ഇതിനെക്കുറിച്ചാണ്. പാസ് ഓർ ഫെയിൽ ഓൺലി ആയിട്ടുള്ള ഫയലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഫയൽ ഇതാണ്. നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഉണ്ട്, അത് ഓപ്പൺ ആക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മേക്ക് എ കോപ്പി അടിച്ച് നമ്മൾ കോപ്പി എടുക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ ഫയലല്ല, എക്സൽ ഗുരുവിന്റെ ഫയലാണ്. അതിന്റെ കോപ്പി നിങ്ങൾ എടുക്കണം. മേക്ക് എ കോപ്പി അടിക്കുന്നു, എന്നിട്ട് ഇവിടെ ഫയൽ റീനെയിം ചെയ്യാം. നമ്മൾ ജസ്റ്റ് മദ്രസ റിസൾട്ട് റീനെയിം ചെയ്യാണ്. മൊബൈലിലും ഇതേപോലെ തന്നെ ആക്ഷൻ തന്നെയാണ്, പേടിക്കാനൊന്നുമില്ല. ഒരു പക്ഷേ നിങ്ങൾ സെറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഉണ്ടാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതൊക്കെ സിമ്പിളായ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യ സമയങ്ങൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതൊക്കെ വഴിയെ നമ്മൾ ചെയ്തിട്ടൊക്കെ എളുപ്പമാകുന്ന കാര്യങ്ങൾ മാത്രമാണ്.
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ താമസിയാതെ നമ്മളൊക്കെ എടുത്തറിയപ്പെടുകയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തലസ്ഥാനത്ത് വന്നിരിക്കുന്ന കാഴ്ച നമ്മൾ സങ്കടകരമായ കാഴ്ച നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, ഞാൻ ഈ ഒരു ഫയൽ കോപ്പി എടുത്തിട്ടുണ്ട്. ഞാൻ ഒറിജിനൽ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ മദ്രസിന്റെ പേരൊക്കെ കൊടുക്കാം. ജസ്റ്റ് എക്സൽ ഗുരു മദ്രസ എന്ന് വീണ്ടും കൊടുക്കുന്നു. എക്സൽ ഗുരു മദ്രസ കാലിക്കറ്റ്. ഓക്കെ, മദ്രസ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതെവിടെയും ഇതേപോലെ തന്നെയാണ്. കുട്ടികളുടെ ഹാജറും കാര്യങ്ങളും ടോട്ടൽ മാർക്ക് ഇവിടെ ആഡ് ചെയ്യണം. എത്ര ക്ലാസ് ഉണ്ടെന്നൊക്കെ ഇവിടെ ആഡ് ചെയ്യണം. പിന്നെ ഇവിടെ എത്ര ക്ലാസ് ഉണ്ട് അത്ര ക്ലാസ് ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രേഡ് ഇവിടെ കൊടുത്തിട്ടില്ല. കാരണം ഓരോ വിഷയങ്ങൾക്ക് നമ്മൾ ഗ്രേഡ് കൊടുക്കാത്തതുകൊണ്ട് ഗ്രേഡ് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ ശതമാനം കൊടുത്തിട്ട് ഓപ്പസ് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ്സിന്റെ ശതമാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഷീറ്റിൽ സബ്ജക്റ്റ് എന്നുള്ള ഷീറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ സബ്ജക്റ്റ് എന്ന ഷീറ്റ് ഇല്ല. കാരണം ഇതിൽ വിഷയങ്ങൾ കൊടുക്കാത്തതുകൊണ്ട് സബ്ജക്റ്റ് എന്നുള്ള ഷീറ്റ് ഇല്ല. നമ്മൾ STD5 എടുക്കുന്നു. അവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെയാണ്. ഇവിടെ STD5 ഉണ്ട്. ഓക്കെ, നമ്മൾ STD5 എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യാനുള്ളത് അല്ലേ? അഡ്മിഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, കുട്ടികളുടെ പേര്, ടോട്ടൽ, പാസ് ഓർ ഫെയിൽ, ഹാജർ. ഓക്കെ, ഈ കാര്യങ്ങളാണ് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് കോപ്പി എടുത്ത് കാണിക്കാം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. STD4 ആക്കുന്നു. റീനെയിം ചെയ്യുന്നു. STD4. ഓക്കെ, ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, പാസ്വേഡ് ഫയലും ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു കുട്ടീൻ്റെ പേരടിക്കുകയാണ്. 654. ഡേറ്റ് ഓഫ് ബർത്ത് ഫിദ ഷെറീൻ. ആ കുട്ടിയുടെ ടോട്ടൽ മാർക്ക് നമ്മൾ ആഡ് ചെയ്യണം. ആ കുട്ടിക്ക് കിട്ടിയ ആകെ മാർക്ക് നമ്മൾ നിർബന്ധമായിട്ട് ആഡ് ചെയ്യണം. കുട്ടിക്ക് കിട്ടിയ ആകെ മാർക്ക് എന്ന് പറഞ്ഞാൽ 400-ൽ 356 ആണ്. അപ്പോൾ ശതമാനം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് 89%. ഇങ്ങനെ ശതമാനം ഇതിൽ ഇങ്ങനെ കാണിക്കാൻ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് മാറുമ്പോൾ, വെബ് ആപ്പിലേക്ക് മാറുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. പിന്നെ ആ കുട്ടി പാസ് ഓർ ഫെയിൽ നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മറ്റു ഈ ഗ്രേഡ് ഈ ഫയലുകളിലൊക്കെ നമ്മൾ കണ്ടത് പാസ് ഓർ ഫെയിൽ ഓട്ടോമാറ്റിക് വന്നതാണ്. പക്ഷെ ഇതിൽ ഓട്ടോമാറ്റിക് വരുന്നതല്ല. കാരണം നമ്മൾ ഇതിൽ വിഷയങ്ങൾ അടിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് പാസ് ഓർ ഫെയിൽ നമ്മൾ ചൂസ് ചെയ്യണം. ജസ്റ്റ് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ്. ഇതിൽ പാസ് ഓർ ഫെയിൽ ജസ്റ്റ് ചൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ കുട്ടീൻ്റെ ഹാജർ. ഓക്കെ, ഹാജറിന്റെ കോളാണ് അവിടെ മിസ്സായിട്ടുണ്ട്. ഹാജർ ഡിലീറ്റ് ആയി പോയതാണ്. ഹാജർ ഇവിടെ എത്ര കുട്ടിക്ക് ഹാജർ? 90 ഹാജർ. ജസ്റ്റ് 87 ഹാജർ കൊടുക്കുന്നു. ഈ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ഫയൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര ക്ലാസ് ഉണ്ടോ അത്ര ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, അത്ര കാര്യങ്ങൾ ഇതിൽ അടിച്ചു കൊടുക്കുക, ടൈപ്പ് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഓക്കെ, കാര്യം ശ്രദ്ധിക്കുക. പിന്നെ പല ഉസ്താദുമാരും ആശങ്കപ്പെട്ടൊരു കാര്യമാണ് എന്ത്? ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ്. നമ്മുടെ മദ്രസയിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിരിക്കും. അതുകൊണ്ട് നമ്മൾ പിന്നെ കുട്ടികൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കൂല എന്ന് പല ഉസ്താദുമാരും ബന്ധപ്പെടുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് അവർക്ക് ആർക്കും ആരുടെയും റിസൾട്ട് കാണാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഈ ഒരു കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ്. അപ്പോൾ ഒരു കുട്ടി പറയാണ് ഉസ്താദ് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചു തരാൻ പറയും. അപ്പോൾ കുട്ടി ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചു തരും. നമ്മൾ എന്ത് ചെയ്യുക? ആ ഡേറ്റ് ഓഫ് ബർത്തും എന്നിട്ട് നമ്മളെ ഈ ഗൂഗിൾ ഷീറ്റ് എടുത്തിട്ട് നമ്മളുടെ അടുത്തുള്ള ഡേറ്റ് ഓഫ് ബർത്തും ഒത്തു നോക്കുക. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ അടുത്തുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ശരിയായ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുട്ടിയോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് റിസൾട്ട് എന്തായാലും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഗൂഗിൾ ഷീറ്റ് തയ്യാറാക്കുന്ന വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ ഷെയർ എന്ന് കണ്ടോ, ഈ ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മദ്രസയിലെ മറ്റു ഉസ്താദുമാരോട് ഷെയർ ചെയ്യാനുള്ള അവസരം ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്താണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഈ ഗൂഗിൾ ഷീറ്റ് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യുക. അതായത് കമ്പ്യൂട്ടറുള്ള ഉസ്താദുമാരും ഇല്ലാത്ത ഉസ്താദുമാരും, സ്വന്തമായിട്ട് സജ്ജീകരിക്കുന്ന ആളുകളും അല്ലാത്ത ആളുകളും ഗൂഗിൾ ഷീറ്റ് സെറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിലും ഗ്രൂപ്പിലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹ സൽക്കരമായി സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.